ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്തായി ചില മുസ്ലിം പണ്ഡിതന്മാരുണ്ടാക്കുന്നത് ചെറിയ ആളുകളൊന്നും അല്ല കേട്ടോ, വലിയ വലിയ പണ്ഡിതന്മാരായി അറിയപ്പെടുന്ന ആളുകൾ, വലിയ വലിയ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവർ, അവരുടെ ആധികാരിക ഔദ്യോഗിക പ്രഭാഷകന്മാർ, പിന്നിൽ 1000-ഉം 1,00,000-ഉം ഒക്കെ അണികൾ നിരക്കുന്ന അല്ലെങ്കിൽ അണികളുള്ള ആളുകൾ, ഇത്തരം ചില ആളുകളുടെ വായിൽ നിന്ന് വീഴുന്ന വെഡിത്തങ്ങൾ കൊണ്ട് ഈ സമുദായം തലകുനിക്കേണ്ടി വന്നിരിക്കുകയാണ്. അല്ലെ, സമയം വൈകിയിട്ട് ലാൻഡിങ്ങിന് തടസ്സം, സാങ്കേതിക തകരാറുള്ള ഒരു ഫ്ലൈറ്റ്, ആ ഫ്ലൈറ്റ് ഇറക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോ CM മടവൂരിനെ ഫാത്തിഹ ഓതിയിട്ട് ഒരു യാത്രക്കാരൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ അനുഭവങ്ങളൊക്കെ ഈ ഉസ്താദന്മാർക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ്. സാധാരണക്കാർക്ക് ഇത്തരം അനുഭവങ്ങളൊന്നുമില്ല. കുറച്ചു കഴിഞ്ഞപ്പോ അയാളിങ്ങനെ ഉറങ്ങിപ്പോയപ്പോ CM മടവൂര് ഫ്ലൈറ്റിന്റെ മുൻഭാഗവും താങ്ങിക്കൊണ്ട് ഇങ്ങനെ വരികയാണ്. നമ്മൾ ഈ എന്താ പറയുക, സ്പൈഡർമാന്റെ ഒക്കെ കഥാപാത്രങ്ങളെ കുറിച്ച് വായിച്ചിട്ടുണ്ടല്ലോ, വായിക്കുകയും കാണുകയും ചെയ്തവരാണ്. CM മടവൂര് സ്പൈഡർമാൻ ആണോ തോന്നിപ്പോ ഫ്ലൈറ്റിന്റെ മുൻഭാഗം പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ലാൻഡിങ് നടത്തുന്നത്. വേറൊരു മൗലവി പറയാണ്, മൂത്രം, ഔലിയാക്കളുടെ മൂത്രം ശുദ്ധമാണ്, കുടിക്കാൻ കുഴപ്പമില്ല, പുറത്തേക്ക് വരേണ്ടത് വെള്ളമാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ അത് വെള്ളമല്ല. അയാള് തന്നെ പറയാണ്, സിഗരറ്റ്, ഔലിയാക്കന്മാർ വലിക്കുന്ന സിഗരറ്റ്, ഔലിയാക്കന്മാർ ഇവര് വിഭാവന ചെയ്യുന്ന ഔലിയാക്കന്മാർക്ക് നോമ്പില്ല, നിസ്കാരമില്ല, മാന്യമായി വസ്ത്രം ധരിക്കൽ പോലുമില്ല, ഏറ്റവും മോശം ധരിക്കുന്നവരാണ് ഇവരുടെ ഔലിയാക്കന്മാരുടെ വസ്ത്രങ്ങൾ. നിസ്കാരമില്ല, കുളിയില്ല, നനയില്ല. അവര് സിഗരറ്റ് വലിച്ചാൽ പുറത്തേക്ക് വരുന്നത് നമ്മുടെ കാഴ്ചയിൽ അത് പുകയാണ്, പക്ഷെ സുഗന്ധമാണ് പുറത്തേക്ക് വരുന്നത്. ഇത്തരം ചില ആളുകളുടെ കയ്യിൽ അവര് വലിച്ച സിഗരറ്റ് ബറക്കത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ വന്നിട്ട്, ചില അനുയായികൾ വന്നിട്ട് വാങ്ങി ബാക്കി വലിച്ച ചില കാഴ്ചകൾ എന്റെ പഠനകാലത്ത് നേർക്ക് നേരെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തുപ്പൽ, ഔലിയാക്കന്മാരുടെ തുപ്പൽ വന്ന് അത് കഴിക്കുക. എല്ലാത്തിനുമുപരി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയാം. അദ്ദേഹം പറഞ്ഞ ഒരു കഥ നമ്മൾ ഈ അടുത്ത് കേട്ടു. സിഹിർ കൊണ്ട് ബുദ്ധിമുട്ടിയപ്പോ ഒരു ഒലിയിന്റെ മക്ബറയിൽ ചെന്നു. ആ മക്ബറയിൽ നിന്ന് സിഹിർ ബാധിച്ച ആൾ അകത്തേക്ക് കയറ്റി കതവ് കൂട്ടി. കുറച്ചു കഴിഞ്ഞപ്പോ കാണുന്ന കാഴ്ച, സർജറി കഴിഞ്ഞു പുറത്തിറക്കി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവർ സത്യത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പരിഹസിക്കുകയാണ് ചെയ്യുക. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പരിഹസിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. പലപ്പോഴും ആലോചിച്ചു പോകാറുണ്ട്, സാക്ഷാൽ മുഹീദ്ദീൻ ശൈഖ് തങ്ങളോ ഈ പറയപ്പെട്ട CM മടവൂരോ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ഈ പറയപ്പെട്ട ആളുകൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യുമായിരുന്നു. ഒരു സംശയമില്ല. ഇവർ പറയുന്നത് കറാമത്തല്ല. ഇത് പറയൽ വലിയ പ്രയാസമാണ് കേട്ടോ. നേരത്തെ തന്നെ ഈ പറയപ്പെട്ട, നേരത്തെ ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഫ്ലൈറ്റിന്റെ കാര്യം, ട്രെയിനിന്റെ കാര്യം, അതുപോലെ തന്നെ ICUവിൽ പ്രവേശിക്കുക, തുപ്പല്, മൂത്രം, സിഗരറ്റിന്റെ പുക, ഇതൊക്കെയാണോ അള്ളാഹുവിന്റെ ഔലിയാക്കൾ? ഈ പറയപ്പെട്ട നല്ലൊരു ശതമാനം കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളാണ്. അതങ്ങനെ പേര് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വലിയ വില കൊടുത്തിട്ടാണ് സത്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത്. ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ തന്നെ ഇടപെട്ട, വേറൊരു വിഷയത്തിൽ ഇടപെട്ടതിന്റെ പേരിൽ ഭീഷണിക്കോളുകൾ, ഞാൻ ജോലി ചെയ്യുന്ന, ഈ വിനീതൻ ജോലി ചെയ്യുന്ന മഹല്ലിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ, ഈ ഒരു വിഭാഗത്തിനെതിരെ ഇത്തരം അസംബന്ധങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞതിന്റെ പേരിൽ അതിമോശമായ രീതിയിൽ
ഇവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് മാനസിക പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങേയറ്റം മോശമായ സമീപനം അവരുടെ ഭാഗത്തുനിന്നുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ. അതുകൊണ്ട് ഇത് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഇവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട്. ആർക്ക സംശയം? ഏത് മുസ്ലിം വിഭാഗമാണ് കറാമത്തില്ല എന്ന് കേരളത്തിൽ പറയണത്? ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അവൻ പുത്തംവാദിയാണ്, മുജാഹിദാണ്, ജമാഅത്ത് ഇസ്ലാമിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിഹസിക്കുക. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമൊക്കെ പരിഹാസം ഉണ്ടാവില്ല. അതല്ല ഞാൻ പറയുന്നത്. ഇവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. കറാമത്ത് ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില നിർണായകമായ സന്ദർഭങ്ങളിൽ കൊടുക്കുന്ന അതിമാനുഷികമായ ചില കാര്യങ്ങളുണ്ട്. അത് ആരൊക്കെ നിഷേധിക്കുന്നത്? ഞാൻ ഈ പറയുമ്പോൾ ഔലിയാക്കന്മാരെ നിഷേധിക്കുന്നു കണ്ടോ, അല്ലെങ്കിൽ കറാമത്തിനെ നിഷേധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുന്നതിന് പകരം ഇവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ആരിഫീങ്ങളെയും ഔലിയാക്കന്മാരെയും കറാമത്ത് എന്ന സങ്കല്പത്തെ തന്നെ പരിഹസിക്കുകയാണ് ചെയ്യുക. ശുദ്ധ നുണയാണ് ഈ പറയുന്നത്. അസംബന്ധങ്ങളാണ്. കറാമത്ത് എന്ന് പറഞ്ഞാൽ ആവനാടിയിൽ നിന്ന് അമ്പെടുക്കുന്നത് പോലെ ദാ പിടിച്ചോ കറാമത്ത് ഒരെണ്ണം എടുക്കാം, അങ്ങോട്ട് കറാമത്ത്. അങ്ങനെ കാണിക്കാൻ കഴിയുന്ന സാധനമല്ല കറാമത്ത്. മുഅ്ജിസത്തിനെ കുറിച്ച് പറഞ്ഞ അത്ഭുതം ചോദിച്ചിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ മക്കയിലെ ഖുറൈശികൾ വന്നപ്പോ അള്ളാഹ് അത്ഭുതം കാണിച്ചു കൊടുക്കുന്നതിന് പകരം ആയാത്തുകൾ കാണിക്കുന്നതിന് പകരം ഫത്തബിഉ സുല്ലമൻ ഫിസ്സമാ, ആകാശത്തേക്ക് കയറിയിട്ട് ഇതാ എടുത്തു കൊടുക്കാൻ അങ്ങോട്ട് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞ ആളാ പടച്ചവൻ. മുഅ്ജിസത്തിന്റെ കാര്യത്തിൽ അപ്പോഴാണ് ഇവിടെ ഔലിയാക്കന്മാരുടെ കാര്യത്തിൽ ഇങ്ങനെ സുഗമമായി ഇങ്ങനെ എടുത്ത് കൊണ്ട് വിളമ്പാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം ഇതൊന്നും ഔലിയാക്കന്മാർ, ഈ പറയപ്പെട്ട ഔലികൾ അറിഞ്ഞതോ അവർ പ്രചരിപ്പിച്ചതോ ആയ ആശയങ്ങളെ അല്ല. അവരുടെ മേലെ ഒരു വിഭാഗം കെട്ടിവെക്കുകയാണ്. ഒരു മക്ബറയ്ക്ക് വളർച്ച ഉണ്ടാകണമെങ്കിൽ ഇത്തരം കഥകൾ വേണം. കച്ചവടമാണ്. ഒരു കാര്യം എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കുക. ഒന്നല്ല, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അശുദ്ധമായ ആത്മീയതയിൽ നിന്ന് ഒരിക്കലും ശുദ്ധ സമൂഹം ഉടലെടുക്കുന്ന പ്രശ്നമേ ഇല്ല. അശുദ്ധമായ ആത്മീയതയിൽ നിന്ന് ശുദ്ധ സമൂഹം ഉണ്ടാവില്ല. ശുദ്ധമായ ആത്മീയതയിൽ നിന്ന് ശുദ്ധ സമൂഹം ഉണ്ടാവും. അശുദ്ധമായ ആത്മീയതയിൽ നിന്ന് അശുദ്ധമായ സമൂഹമേ ഉടലെടുക്കുള്ളൂ. റസൂല് പ്രതിനിധീകരിച്ചത് ശുദ്ധമായ ആശയമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സൃഷ്ടിച്ചെടുത്തത് ശുദ്ധമായ മനുഷ്യരെയാണ്, ചലിക്കുന്ന ഖുർആനുകളെയാണ്. ഇത്തരം ആളുകൾ എന്ത് തരം ഇസ്ലാമിനെയാണ് ഇവർ പ്രതിനിധീകരിക്കുന്നത്? എന്താണ് സത്യത്തിൽ ഇസ്ലാമിനെ ഇവർ കച്ചവടവൽക്കരിക്കുകയാണ്, കച്ചവടത്തിന് വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കച്ചവടം ചെയ്യാണ് ഇവർ, കറാമത്തിന് കച്ചവടം ചെയ്യാണ്. പരിശുദ്ധ ഖുർആൻ 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 31-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളോട് അല്ലാഹ് പറയാണ്. ഈ പറയപ്പെട്ട വിഭാഗം അത് ഏത് സംഘടനയിലോ പെടട്ടെ. ഞാൻ കാന്തപുരത്തെ കുറിച്ച് പറഞ്ഞു, കാന്തപുര ഉസ്താദിനെ കുറിച്ച് മാത്രമല്ല, ഏത് സംഘടനയിലോ പെട്ട ആളുകളാവട്ടെ, വിശ്വാസികളോട് അല്ലാഹ് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട അധികം ആളുകളും ലയക്കുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ, അന്യായമായി ജനങ്ങളുടെ സമ്പത്ത് തിന്നുമുടിക്കുന്നവരാണ്. വയസുദ്ദൂന അൻ സബീലില്ല, ദൈവിക മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുന്നവരാണ്. ആരാ ഇത് പറഞ്ഞു നോക്കണം? ഖുർആൻ അള്ളാന്റെ കലാമാണ്. ആരെക്കുറിച്ചാ പറഞ്ഞത്? പണ്ഡിതന്മാരെ കുറിച്ചാണ്. ഇതുപോലെ വേഷം കെട്ടുന്ന പണ്ഡിതന്മാരെ കുറിച്ചാണ്, എന്നെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഞാൻ പ്രതിനിധീകരിക്കുന്ന പണ്ഡിത സഭകളെ കുറിച്ചാണ്, പണ്ഡിത കൂട്ടങ്ങളെ കുറിച്ചാണ്. ഇന്ന കസീറൻ മിനൽ അഖ്ബാരി, പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷവും, ഖുർആനിന്റെ വാക്കാണ്, റബ്ബിന്റെ വാക്കാണ്, അള്ളാന്റെ കലാമാണ്. വിശ്വാസികളോടാണ് പറയുന്നത്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും ലയക്കുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ, ജനങ്ങളുടെ പണം കള്ളവും ഇതുപോലെ വിഡ്ഢിത്തങ്ങളും പറഞ്ഞ് തിന്നുമുടിക്കുന്നവരാണ്. വയസുദ്ദൂന അൻ സബീലില്ല, ദൈവിക മാർഗത്തിൽ നിന്ന് ഇവർ തടയും. ഇബ്ലീസിന്റെ പണിയെടുക്കും പലപ്പോഴും. ഇവരെ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പറയാതിരിക്കാൻ നിവൃത്തിയില്ല, സഹി കെട്ടിട്ട് പറയാം.
ഏതെങ്കിലും ഒരു വിഭാഗത്തെ താറടിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല. പക്ഷെ ഇത്തരം കഥകൾ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത് ചില മൂല്യാക്കന്മാരിൽ നിന്ന്. അത് നാക്കെടുത്ത ഇത് തന്നെ പറയുന്ന പകര ഹസനിയെ പോലെയുള്ള ചില മൂലയന്മാർ നാക്കെടുത്താൽ അവന് സ്വപ്നം കാണാം, ഉറങ്ങിയ സ്വപ്നം കാണും. കാണുന്നതൊക്കെ ഇതാണ്. ഇത്തരം വിഡ്ഢിത്തങ്ങളും വൃത്തികേടുകളും സമുദായത്തിന്റെ മുമ്പിൽ വിളമ്പത്. ഏത് തരം ഇസ്ലാമിനാണ് ഇവർ പ്രസന്റ് ചെയ്യുന്നത്? ഏത് ലോകത്താണ് ഇവർ ജീവിക്കുന്നത്? വിദ്യാസമ്പന്നരായ ശാസ്ത്രം വളർന്ന് വികസിച്ച ഈ കാലഘട്ടത്തിൽ +2-നും SSLC-ക്കും വലിയ റാങ്കുകൾ ജേതാക്കളായ ആളുകളുടെ മുമ്പിൽ അവരെ വിട്ട് ഇസ്ലാമിനോടുള്ള അവരുടെ ഇത് തന്നെ താല്പര്യം തന്നെ നശിപ്പിക്കുന്ന തരത്തിലാണ് ഇവരുടെ രീതികൾ. ഒരു 10-30 വർഷത്തിന് മുമ്പാണ് ഇവർ സംസാരിക്കുന്നതെങ്കിൽ അത് കേട്ട് വിഴുങ്ങുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയകൾ ഓരോ ഡെസ്കുകളാണ്. ഓരോ വ്യക്തിയും ഓരോ പത്രസ്ഥാപനങ്ങളായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. മുമ്പൊക്കെ അത് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അത് ഉസ്താദന്മാരെ കുറ്റം പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആളുകളെ പരിഹസിക്കുക. അതിപ്പോഴും തന്നെ കിട്ടുക. ഇത്തരം വീഡിയോകളുടെയൊക്കെ താഴെയുള്ള കമന്റ്സുകൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. പക്ഷെ അതൊരു വിഷയമല്ല. അത് വിഷയമാക്കുന്ന ഒരു സമുദായമല്ല ഇപ്പോൾ ഉള്ളത്. അവര് ചോദ്യം ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ആളുകൾ ഇവർ ഉണ്ടാക്കിയെടുക്കുന്ന ദുരന്തങ്ങൾ, ഇസ്ലാമിൽ ഇവർ ഉണ്ടാക്കി കൊടുക്കുന്ന മുറിവുകൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഇവർ കൊടുക്കുന്ന വടി, ഇവർ അടിക്കാൻ വേണ്ടി വടി വെച്ചു കൊടുക്കണം. ഇത്തരം വീഡിയോകളാണ് ഫ്രീ തിങ്കേഴ്സ് പോലെയുള്ള ഇട്ടന്മാരുടെ. അവർക്കിപ്പോ ഏത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരു കാര്യങ്ങൾ കണ്ടെത്തി അല്ലെ കൃത്രിമമായി ഉണ്ടാക്കിയിട്ടെങ്കിലും ഇസ്ലാമിനെ വിമർശിക്കുന്നവരാണ്. ഇത്തരം ആളുകളുടെ മുമ്പിൽ ഇസ്ലാമിനൊരു പരിഹാസ കഥാപാത്രമാക്കി ഔലിയ എന്ന സങ്കല്പത്തെ തന്നെ പരിഹസിക്കുന്ന ആളുകളാണ് ഇവർ. ഇതാണോ നമ്മൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ഔലിയാക്കൾ? ഇതാണോ ഇസ്ലാം പഠിപ്പിച്ച മുമ്പോട്ട് വെച്ച കറാമത്തുകൾ? ഇസ്ലാം എന്ന് പറയുന്നത് സുന്ദരമായ ഒരു മതമാണ്. സങ്കുചിതത്വത്തിന്റെ കടക്കൽ, ഇടുങ്ങിയ ചിന്താഗതിയുടെ കടക്കൽ കത്തിവെച്ച ഗ്രന്ഥമാണ് ഖുർആൻ. അതിലെല്ലാത്തിനുമുണ്ട് ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, എല്ലാത്തിനും ഒരു സന്തുലിതാവസ്ഥയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവരേറ്റവും കൂടുതൽ കൂട്ടുപിടിക്കുന്നത് മുഹീദ്ദീൻ ഷെയ്ഖിനെയാണ്, അല്ലെങ്കിൽ CM മടവൂരിനെയാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് പ്രസന്റ് ചെയ്ത ആശയമോ ജീവിത രീതികളോ അല്ല ഇവർ പ്രസന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണം വരുമ്പോൾ നിങ്ങൾ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ മതി. ഹജറുൽ അസ്വദ് മുത്താൻ പോകുമ്പോ മുത്താൻ പറ്റില്ല, ഭയങ്കര തിരക്കാണ്. ഈ വിനീതൻ ഹറമിൽ ജോലി ചെയ്ത ആളാണ്. എത്രയോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാധാരണക്കാരായ ആളുകൾ ഹജറുൽ അസ്വദിൽ മുത്താൻ വേണ്ടിയിട്ട് വല്ലാണ്ട് ശ്രമിക്കുമ്പോൾ അവിടെ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ മതി എന്നാണ്. നിങ്ങൾ ആലോചിച്ചു എവിടെ നിന്നാണ് ഇത് വിളിക്കേണ്ടതെന്നാണ്. റബ്ബിന്റെ ഭവനത്തിൽ നിന്ന്, കഅബയിൽ നിന്ന്, സാക്ഷാൽ മക്കയിൽ നിന്ന്, ആ പരിശുദ്ധ മക്കയിൽ തൗഹീദിന്റെ കോട്ടക്കൊത്തളമായ പരിശുദ്ധ മക്കയുടെ കഅബയുടെ ചാരത്ത് നിന്നുകൊണ്ട് അല്ലെ ഒരു മഖ്ലൂക്കിനോട് തേടിയാൽ മതി എത്രയാണ്. എന്ത് ദീനാണ് ഇവർ പഠിപ്പിക്കുന്നത്? മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞു, നിർണായകമായ ഘട്ടങ്ങളിൽ അവർ അള്ളാഹിനെ വിളിക്കും. അവർ കപ്പലിൽ യാത്ര ചെയ്യുന്നു. അവർ നിസ്സാരമായ കാര്യങ്ങൾ, വിഗ്രഹങ്ങളെ ലഭിക്കും. പക്ഷെ അവർ കപ്പലിൽ യാത്ര ചെയ്യുന്നു. കടൽ പ്രക്ഷുബ്ധമാകുന്നു, കപ്പൽ ആടി ഉലയുന്നു. അപ്പോൾ അവരാരാണ് നിങ്ങളെ രക്ഷിക്കാന്ന് ചോദിച്ചാൽ അവർ പറയും സയ്യിഖൂലുന അല്ലാഹ്. ഈ ആകാശത്തെ സൃഷ്ടിച്ചത്, മഴ വർഷിപ്പിക്കുന്നത്, ഭൂമിയിൽ സസ്യങ്ങളെ മുളപ്പിക്കുന്നത്, ഇതിനൊക്കെ ഉത്തരം അല്ലാഹയാണ്. ജീവിതത്തിന്റെ നിർണായകമായ ഘട്ടങ്ങളിൽ അവർ വിളിക്കുന്നത് പടച്ചവനെയാണ്. പക്ഷെ നമ്മളോ ജീവിതത്തിന്റെ നിസാര ഘട്ടങ്ങളിൽ അള്ളാനെ ഏൽപ്പിക്കുകയും ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിൽ പടച്ചവനെ കൈയൊഴിയുകയും മഖ്ലൂക്കുകളുടെ പിന്നാലെ പോവുകയും ചെയ്യുന്ന വിഭാഗമാണ് നമ്മൾ. ഇസ്ലാമിനെ അവർ വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമിനെ അവർ കച്ചവടത്തിന് വെച്ചിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപകൾക്ക് വേണ്ടിയിട്ട്, മഖ്ബറകൾ കമ്പോളങ്ങളാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇസ്ലാമിന്റെ സത്തയെ, അതിന്റെ മനോഹാരിതയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം കുതന്ത്രങ്ങളിൽ നിന്ന്, വിഡ്ഢിത്തങ്ങളിൽ നിന്ന് സമൂഹം മാറി നിൽക്കുക മാത്രമല്ല, ചോദ്യം ചെയ്യും വേണം. ഇത്തരം ആളുകൾക്ക് നമ്മുടെ മൗനം ഒരു പ്രോത്സാഹനമായി കൂടാ എന്ന് മാത്രം സൂചിപ്പിക്കും.